ഇറച്ചിക്കോഴിയുടെ വില വർധനവിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാനത്തെ ഹോട്ടൽ ഉടമകൾ താൽക്കാലികമായി ചിക്കൻ വിഭവങ്ങൾ ബഹിഷ്കരിക്കുന്നത്. കേരളത്തിലേക്ക് ഇറച്ചിക്കോഴി തരുന്ന അയൽ സംസ്ഥാനങ്ങളിൽ കോഴിക്ക് അമിത വിലയില്ലെന്നും ഇടനിലക്കാർ ലാഭം കൊയ്യുകയാണെന്നും ഹോട്ടൽ ഉടമകൾ പറയുന്നു. ഇത് അവസാനിപ്പിക്കുന്നതിനായാണ് ബഹിഷ്കരണം. 3 ദിവസത്തിനു ശേഷം ബഹിഷ്കരണം അവലോകനം ചെയ്ത് മറ്റ് നടപടികളുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങുകയാണ് ഹോട്ടൽ ഉടമകൾ. ചിക്കൻ്റെ അനാവശ്യമായ വില അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല, ഞങ്ങൾ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അത് പൊതുജനങ്ങൾക്ക് സഹിക്കാവുന്നതിൽ കൂടുതൽ ഒരു വില ആവശ്യമില്ലാത്ത രീതിയിൽ വരുന്നത് കൊണ്ടുള്ള ഒരു പ്രതിഷേധം മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ബഹിഷ്കരണം പ്രഖ്യാപിച്ചതിന് തൊട്ടുപുറകെ കോഴിക്കച്ചവടക്കാരും വിൽപ്പന നിർത്തിവെച്ച് അനിശ്ചിതകാല സമരം തുടങ്ങിയിരിക്കുകയാണ്. 1 കിലോ കോഴിയിറച്ചിക്ക് 9 രൂപ 50 പൈസയാണ് നികുതി ഈടാക്കുന്നത്. കോഴിയെ കാർഷിക ഉൽപ്പന്നമായി പരിഗണിച്ച് നികുതി ഒഴിവാക്കുന്നതുവരെ സമരം തുടരാനുള്ള നിലപാടിലാണ് കോഴിക്കച്ചവടക്കാർ. ഞങ്ങളുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ ടാക്സ് എടുത്ത് കളയുക, പൂർണ്ണമായും ടാക്സ് എടുത്ത് കളയുക എന്നുള്ളതാണ് പൂർണ്ണമായ ആവശ്യം. പിന്നെ ജനങ്ങൾക്ക് ഹോട്ടലുകൾക്കും കോഴി വില കുറച്ച് കൊടുക്കണമെങ്കിൽ കർഷകർക്ക് നൽകുന്ന കോഴിത്തീറ്റയിൽ സബ്സിഡികൾ ഏർപ്പെടുത്തുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രമേ കോഴിക്ക് ഇനിയൊരു വില കുറവ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. സംസ്ഥാനത്തെത്തുന്ന ഇറച്ചിക്കോഴിയിൽ 80% വാങ്ങുന്നത് ഹോട്ടലുകളാണ്. ഹോട്ടലുകൾ ചിക്കൻ ബഹിഷ്കരിക്കുകയും കച്ചവടക്കാർ കോഴി വിൽപ്പന നിർത്തിവെക്കുകയും ചെയ്യുന്നതോടെ സംസ്ഥാനത്തെ കോഴി വിപണി നിർജീവമാകും. സുവി വിശ്വനാഥൻ, കൊച്ചി, ഇന്ത്യ വിഷൻ.